ഇസ്ലാമിക ജിഹാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഖായിദ, ഐസിസ് പോലെയുള്ള തീവ്രവാദി സംഘടനകളെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും ആധുനിക ഖവാരിജുകൾ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകളെക്കുറിച്ച് അവർ ആധുനിക യുഗത്തിലെ ഖവാരിജുകളാണ് എന്ന് പറയാറുണ്ട്. ആധുനിക ഖവാരിജുകൾ. അപ്പോൾ ആരാണ് ഈ ശരിക്കുള്ള ഖവാരിജുകൾ? ഇന്നത്തെ വീഡിയോ ഖവാരിജുകളെ കുറിച്ചാണ്. ഈ ഖവാരിജുകൾക്ക് വ്യത്യസ്തമായ പല പേരുകളും ഉണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ അറിയപ്പെടുന്നത് ഖവാരിജ് അല്ലെങ്കിൽ ഖാരിജി എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. ഖറജു അല അലി, അലിയുടെ സൈന്യത്തിൽ നിന്ന് വിട്ടുപോയവർ, അല്ലെങ്കിൽ ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക അല്ലെങ്കിൽ വിട്ടുപോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ പുറത്തു പോയവർ എന്നുള്ള അർത്ഥത്തിൽ ഖവാരിജ് അല്ലെങ്കിൽ ഖാരിജി എന്ന് തന്നെയാണ് ഇവരേറ്റവും കൂടുതൽ, ആ പേരിൽ തന്നെയാണ് ഇവരേറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇവരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹറൂറി. ഹറൂറ എന്ന് പറയുന്നത് കൂഫയുടെ പുറത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഹറൂറ. ഈ ഹറൂറയിൽ താമസിച്ച ആളുകൾ അല്ലെങ്കിൽ ഹറൂറയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ഹറൂറി എന്ന് ഇവരെ പറയാറുണ്ട്. ഇപ്പോൾ സ്വഹാബാക്കളും ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇവരെക്കുറിച്ച് പറയപ്പെടുന്നത് ഹറൂറി എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ബസ്രയിലുള്ളവരെ ബസരി, മക്കി, കൂഫി എന്നൊക്കെ പറയുന്ന പോലെ ഹറൂറയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ, ആളുകൾ എന്ന അർത്ഥത്തിൽ ഹറൂറി എന്നും ഇവരെ കുറിച്ച് പറയാറുണ്ട്. പിന്നീട് അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് അഷുറ, വിൽക്കപ്പെട്ടവർ. ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ദൈവമാർഗത്തിൽ സ്വയം വിൽക്കപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ അഷുറ അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ്. വേറെയും ചില പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഖവാരിജ് അല്ലെങ്കിൽ ഖാരിജി എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. ഈ ഖവാരിജുകൾ ഉണ്ടാകുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ ഒരു ആശയക്കാർ, ആ ഒരു അതിതീവ്ര സ്വഭാവക്കാർ പരിശുദ്ധ പ്രവാചകൻ്റെ കാലത്തും ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹദീസുകളിലൊക്കെ നമുക്ക് ഇവരെക്കുറിച്ചുള്ള പല സൂചനകളും കാണാം. ഈ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ പ്രവാചകൻ ഈ ഗനീമത്ത് മുതൽ, യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത മുതൽ അത് പങ്കുവെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ ചിലർ അവർക്ക് മാന്യമായ രീതിയിലുള്ള ഒരു വിഹിതം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടാവുന്നുണ്ട്. അതിൽ ഈ നജദ് ഭാഗത്തു നിന്നുള്ള ചില ഗോത്രവർഗ്ഗക്കാരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ നജദ് ഭാഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ ബതുക്കളായിട്ടുള്ള ഈ കാട്ടറബികളെന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള തീരെ സംസ്കാരശൂന്യരായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അഹങ്കാരികളായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ, അയാളുടെ പേര് ദുൽ ഖുവൈസ്ര തമീമി എന്നാണ്. ഈ തമീമ് ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അക്കാലത്തെ ഏറ്റവും വലിയൊരു അറബ് ഗോത്രമാണ് ഈ തമീമികൾ. അവരുടെ ആ ഒരു പരമ്പര ഇന്നും അറേബ്യയുടെ പല ഭാഗത്തുമുണ്ട്. ഈ ഖത്തർ രാജകുടുംബം, ആൽസാനിയൊക്കെ ഇവരുടെ താവഴിക്കാരാണ്. അപ്പോൾ ഈ തമീമ് ഗോത്രത്തിൽപ്പെട്ട ദുൽ ഖുവൈസ്ര എന്ന ആൾ റസൂലിൻ്റെ നേരേക്ക് അങ്ങോട്ട് നടന്ന് ചെന്നു. ഇയാളെക്കുറിച്ച് പറയുന്ന ഇയാൾ തല മുട്ടയടിച്ചിട്ട് നല്ല വലിയ താടിയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു എന്നാണ്. ഇയാൾ നേരിട്ട് വന്നിട്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് യഹ്ദിൽ, നീ നീതി കാണിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇത്തക്കില്ല, നീ റബ്ബിനെ സൂക്ഷിക്കണം, നീ റബ്ബിനെ പേടിക്കണം. യഹ്ദിൽ, നീ നീതി കാണിക്കണം എന്ന് റസൂലിനോട് പറഞ്ഞു. റസൂൽ ചോദിച്ചു, എന്നോടാണോ ഇത് പറയുന്നത്? എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് നീതി കാണിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. റസൂൽ മുതൽ പങ്കുവെച്ചപ്പോൾ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പങ്ക് അയാൾക്ക് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വന്നിട്ട് പറയുന്നത്, യാ മുഹമ്മദ്, നീ നീതി കാണിക്കണം, ഒരു ധിക്കാര സ്വരത്തിൽ. അത്തരത്തിൽ റസൂലിനോട് അനാദരവ് കാണിച്ചതിൻ്റെ പേരിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന ചില സ്വഹാബിമാർ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാ, ഞങ്ങൾ അവരെ അങ്ങ് വധിച്ചു കളയട്ടെയോ എന്ന് ചോദിച്ചു എന്നാണ്. റസൂൽ പറഞ്ഞു, സാരല്ല, അയാൾ പോയിക്കോട്ടെ, ഇതുപോലെയുള്ള ആളുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തിന് മുമ്പിൽ അതൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ വ്രതാനുഷ്ഠാനം അവരുടെ നോമ്പിന് മുമ്പ് അത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും.
ഒരമ്പ് തെന്നിത്തെറിച്ചു പോകുന്ന പോലെ അവർ ഇസ്ലാം മതം വിട്ടൊഴിഞ്ഞ് പോകും. മറ്റൊരു റിപ്പോർട്ടിൽ അവർ ഇസ്ലാമിക ശത്രുക്കളെ ഒഴിവാക്കി വിടുകയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പരിശുദ്ധ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ അത് ഈ ഖവാരിജുകളെക്കുറിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഏതാണ്ട് 10ഓളം പ്രവചനങ്ങൾ ഈ കൂട്ടരെക്കുറിച്ച് ഉണ്ട്. ഇനി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നത്, ഇത് സഫിൻ യുദ്ധം നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യം ഈ മുആവിയയുടെ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തിങ്ങനെ വിജയിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. മുആവിയയുടെ സൈന്യത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ കുന്തമുനയിൽ ഖുർആൻ്റെ പകർപ്പുകൾ കുത്തിപ്പിടിച്ച് കൊണ്ടുവരികയും അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ വിധി നിർണയം നടത്തപ്പെടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. അതായത് നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് നമുക്കൊരു വിധി നിർണയം നടത്താം എന്നും പറഞ്ഞ് ഇവർ മുന്നോട്ട് വരികയാണ്. മുആവിയുടെ ആളുകൾക്ക് അവർക്ക് യുദ്ധം ജയിച്ച് മുന്നേറാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ ഇറക്കിയ ഒരു തന്ത്രമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് അലി റളിയല്ലാഹു അൻഹുവിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരെ ഖുറ എന്നാണ് പറഞ്ഞിരുന്നത്. സദാ ഇബാദത്തിലും വളരെ ലളിതമായി ജീവിക്കുകയും നോമനുഷ്ഠിക്കുകയും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ, ഇവരാണ് പിന്നീട് ഈ ഖവാരിജ് എന്ന ആ ഒരു വിഭാഗമായി മാറുന്നത്. ഈ ഖുർആൻ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് വരുന്നതൊക്കെ കണ്ടിട്ട് ഇവർ വന്നിട്ട് പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് മാത്രമാണ് വിധി നിർണയം നടത്താനുള്ള അധികാരം, അതുകൊണ്ട് യുദ്ധം ഒത്തുതീർപ്പിൽ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കുകയും ചില വ്യവസ്ഥയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യണം. യുദ്ധം അങ്ങനെ അവസാനിച്ചു. പക്ഷെ അവരൊരു സമവായത്തിലൊന്നും എത്തുന്നില്ല. അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം കഴിയുന്നത് വരെ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയയുടെയും ഇടയിൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറുകയാണ്. ഈ വ്യവസ്ഥകൾ പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട, നേരത്തെ പറഞ്ഞ ആ ഒരു കൂട്ടർ ഖുറ എന്ന വിഭാഗത്തിൽപ്പെട്ട ആ കൂട്ടർ അംഗീകരിക്കുന്നില്ല. കാരണം അവരുദ്ദേശിച്ച ഒരു രീതിയിലേക്ക് ഈ വ്യവസ്ഥകൾ വരുന്നില്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ യുദ്ധം തുടരണം, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതായത് യുദ്ധം നിർത്തണം, പിന്മാറണം എന്ന് പറഞ്ഞ അതേ ആളുകളാണ് പിന്നെ വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നീ അള്ളാഹുവിൻ്റെ കിതാബ് മാറ്റി നിർത്തി ഈ കൂട്ടരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ യുദ്ധം തുടരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ യുദ്ധം തുടരണം, അതല്ലെങ്കിൽ നീ അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ നീ അധർമ്മം പ്രവർത്തിച്ച ഞങ്ങൾക്ക് നീയുമായിട്ട് യുദ്ധത്തിലേർപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നിനക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും എന്ന്. അലി റളിയല്ലാഹു അൻഹു പക്ഷേ ഈ ഒരു വിരട്ടിലൊന്നും വലിയ കാര്യമാക്കിയില്ല. ആ ഒരു തർക്കം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ കൂട്ടർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇവർ തിരിച്ച് കൂഫയിലേക്ക് പോകുന്ന വഴിയിലാണ്. ആ സമയത്ത് കൂഫയാണ് തലസ്ഥാനം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു കാലത്താണ് തലസ്ഥാനം മദീനയിൽ നിന്ന് മാറ്റിയിട്ട് കൂഫയിലേക്ക് ആക്കുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ്, ഇത് ഒന്നും രണ്ടും ആളുകളൊന്നുമല്ല, ഏതാണ്ട് 6000ഓളം സൈനികരാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് അവരാദ്യം പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഹറൂറ. ഇത് കൂഫയുടെ അടുത്തുള്ള പുറത്തുള്ള ഒരു പ്രദേശമാണ് ഹറൂറ. അതുകൊണ്ടാണ് അവർ ഹറൂറി എന്ന പേരിൽ ചരിത്രത്തിൽ പല സ്ഥലത്തും നമുക്ക് അങ്ങനെയാണ് കാണുന്നത്, ഹറൂറി. ഇതാണ് ഖവാരിജ് എന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ തുടക്കം. ഖറജ, പുറത്തു പോയവർ എന്നുള്ള അർത്ഥത്തിൽ ഖാരിജി അല്ലെങ്കിൽ ഖവാരിജ് എന്ന് ഇവരെ പറയുന്നത്. ഇവരങ്ങനെ ഹറൂറ എന്ന ഈ സ്ഥലത്ത് പോയി തമ്പടിച്ചു. ഇത് കൂഫയുടെ പുറത്ത്, കൂഫയിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 ദിവസത്തെ ദൂരത്താണ്. ഈ ഒരു ഘട്ടത്തിൽ ഇവർ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഈ കൂട്ടരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഇത് 6000ഓളം സൈനികരാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് ഖവാരിജുകളുമായിട്ട് ഒരു ചർച്ചക്കായിട്ട് പോകുന്നുണ്ട്. അബ്ദുള്ള ഇബ്നു അബ്ബാസ്. ഒരു റിപ്പോർട്ട് പ്രകാരം അലി റളിയല്ലാഹു അൻഹു സ്വയം ഇബ്നു അബ്ബാസിനെ ഖവാരിജുകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. അതല്ല, ഇബ്നു അബ്ബാസ് സ്വയം ഈ ഒരു തീരുമാനം എടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുവാദത്തോടു കൂടി പോയതാണെന്നും പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു സഹോദരനാണ്, കസിനാണ്, പിതൃ സഹോദരൻ്റെ മകനാണ്, എളാപ്പാടെ മകൻ.
സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ അറിവിൻ്റെ ആഴക്കടൽ, ഹിബ്രുൽ ഉമ്മ, തർജുമാനുൽ ഖുർആൻ, അറിവിൻ്റെ നിറകുടം അൽ ബഹ്ർ. ഇബ്ൻ അബ്ബാസാണ് ഖവാരിജികളുടെ അടുത്തേക്ക് ചർച്ചക്കായിട്ട് പോകുന്നത്. ഈ ഒരു സംഭവം ഇബ്ൻ അബ്ബാസ് സ്വയം വിവരിക്കുന്നതാണ്. ഇബ്ൻ അബ്ബാസ് പറയുന്നത്, ഞാൻ ഏറ്റവും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അണിഞ്ഞിറങ്ങി, ഏറ്റവും നല്ല ഹുല്ല ധരിച്ച് ഇറങ്ങി. ഈ ഹുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അണിയുന്ന വസ്ത്രത്തിന് മുകളിലായിട്ട് ധരിക്കുന്ന ഒരു നീളം അബോയ പോലത്തെ ഒരു സാധനമാണ് ഹുല്ല. ഈ ജഡ്ജിമാരുടെ ഗൗണും ഈ ഗ്രാജുവേഷൻ സമയത്ത് ധരിക്കുന്ന ഗൗണും ഒക്കെ ഈ ഹുല്ല കൺസെപ്റ്റിൽ നിന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. അതൊരു അറേബ്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഒരു പ്രതാപത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് പറയുന്നത്. ഇബ്ൻ അബ്ബാസ് ഏറ്റവും നല്ല ഹുല്ല എടുത്ത് അണിഞ്ഞു, സുഗന്ധമൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഹറൂറയിലുള്ള അവരുടെ ക്യാമ്പിലേക്ക് ഏതാണ്ട് ഉച്ചയോടടുത്ത ഒരു സമയത്ത് ഇബ്ൻ അബ്ബാസ് കയറി ചെല്ലുകയാണ്. ലോഹർ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു സമയത്ത്. ഇത് പൊതുവെ ആളുകളൊക്കെ വിശ്രമിക്കുന്ന ഒരു സമയമാണ്, ഒരു പാതി മയക്കത്തിലായിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇബ്ൻ അബ്ബാസ് പറയുന്നത്, ആ സമയത്താണ് ഞാൻ അവരുടെ ക്യാമ്പിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ആ സമയത്ത് പോലും അവിടെയുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്നാണ്. അതായത് ഒരു തേനീച്ചക്കൂടിൻ്റെ അടുത്തേക്ക് പോയ പോലെ ആ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം, എന്നുള്ള ആ ഒരു ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു എന്ന്. ഇത് ആളുകളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ഇവർ സദാ ഇബാദത്തിലാണ്, പാരായണത്തിലാണ്. ഇത് തന്നെയാണ് റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തിൽ മുമ്പിൽ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെയുള്ളവരൊക്കെ വലിയ നിസ്കാരത്തഴമ്പും വലിയ താടിയും വളരെ ലളിതമായി വസ്ത്രം ധരിച്ച് ആയിട്ടുള്ള ഭക്തന്മാരാണ്. ഇബ്ൻ അബ്ബാസ് അങ്ങോട്ട് കയറി ചെന്നതും അവർക്ക് ഇയാളെ പിടികിട്ടി. കാരണം ഇവരൊക്കെ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിട്ട് പോയവർ തന്നെയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, മർഹബായ ഇബ്ൻ അമ്മി റസൂലില്ല, എന്തിനാണ് താങ്കൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെ വിളിച്ചു കൊണ്ടുവരണം, എനിക്ക് അവരുമായിട്ട് ഒന്ന് സംവദിക്കണം, എനിക്കൊന്ന് സംസാരിക്കണം, അവരെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മുതിർന്ന ആളുകളൊക്കെ വന്നു. അവരാദ്യം വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ആഡംബരമായി വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ഏറ്റവും നേർത്ത ലളിതമായ വസ്ത്രം ധരിച്ച ആളുകളാണ്. അവിടേക്കാണ് ഇബ്ൻ അബ്ബാസ് ഈ വിലപിടിപ്പുള്ള ഹുല്ല ധരിച്ച് അണിഞ്ഞെത്തുന്നത്. അവർ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, ഇതിനേക്കാൾ മികച്ച ഒരു ഹുല്ല പരിശുദ്ധ പ്രവാചകൻ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, കുൽ മൻ ഹറമ സീനത്തല്ലാഹല്ലത്തി അഖ്റജ ലിഇബാദിഹി, അള്ളാഹു അവൻ്റെ ദാസന്മാർക്കുണ്ടാക്കിയ അലങ്കാരങ്ങളും ഉത്തമമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയത് ആരാണ്? കുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ, അവ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് ഉള്ളതാണ്, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അത് അവർക്ക് മാത്രമുള്ളതാണ്. സ്ഥിരമായിട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ പോയിട്ടാണ് ഇബ്ൻ അബ്ബാസ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളത് ഖുർആൻ വാക്യം കൊണ്ട് സമർത്ഥിക്കുന്നത്. അക്കൂട്ടരെക്കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നത്, ഖുർആൻ അവരുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. അവരത് പാരായണം ചെയ്യും, പക്ഷെ അതവർ മനസ്സിലാക്കുകയില്ല. അങ്ങനെ അവർ ചോദിച്ചു, നീ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, ഞാൻ വരുന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരൊറ്റ സ്വഹാബിയെ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത് 6000-ഓളം ആളുകളുണ്ട്. ഹിജ്റ 37-ലാണ് സഫിൻ യുദ്ധം നടക്കുന്നത്. ഒരുപാട് സ്വഹാബാക്കൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബി പോലും ഇല്ല. ഇബ്ൻ അബ്ബാസ് പറഞ്ഞു, ഞാൻ വരുന്നത് സ്വഹാബിമാരുടെ ഇടയിൽ നിന്നാണ്. ഞാൻ വരുന്നത് ഇബ്ൻ അമ്മി റസൂലില്ല, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ, അലി ഇബ്ൻ അബി ത്വാലിബിൻ്റെ അടുത്ത് നിന്നാണ്. അവരുടെ ഇടയിലേക്കാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ നന്നായിട്ട് അവർ ഖുർആൻ മനസ്സിലാക്കിയ ആളുകളാണ്. ആ സമയത്ത് ഖവാരിജികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവരുമായിട്ട് തർക്കിക്കണ്ട. കാരണം ഖുറൈശികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത് കേട്ടിട്ടില്ല, അവർ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ബൽഹും കൗമുൻ ഖസിമൂൻ എന്ന് പറഞ്ഞു. ഇത് ഖുറൈശികളിലെ കാഫിറുകളെക്കുറിച്ച് പറയുന്നൊരു ആയത്താണ്. അതാണ് എടുത്ത് പറയുന്നത്. ഈ ഖവാരിജികളുടെ ഒരു സ്വഭാവം റസൂൽ എടുത്ത് പറഞ്ഞത്, അവർ മുശ്രിക്കുകളെ പറയുന്ന ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ച് അതിൽ മൂമിനീങ്ങളെയും ഉൾപ്പെടുത്തും. ഈ കൂട്ടരുടെ ഒരു സ്വഭാവം റസൂൽ പറഞ്ഞതാണ്. അങ്ങനെ പിന്നീട് ഇബ്ൻ അബ്ബാസ് ചോദിച്ചു, നിങ്ങൾക്ക് അലി ഇബ്ൻ അബി ത്വാലിബുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് അലിയുടെ സൈന്യത്തെ വിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു.
അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നല്ല, ഞങ്ങൾക്ക് 3 പ്രോബ്ലംസ് ഉണ്ട്, ഞങ്ങൾക്ക് 3 പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, അലി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മാറ്റി നിർത്തി അവിടെ വിധി പ്രഖ്യാപനം നടത്തി. വിധി നടപ്പിലാക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ല. മുഹാക്കമ നടത്തി, അത് പാടില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു ശരി, എന്താണ് നിങ്ങളുടെ അടുത്ത പ്രശ്നം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു സഫിൻ യുദ്ധത്തിലും അതിനു മുമ്പ് ജമൽ യുദ്ധത്തിലും അലി യുദ്ധം ചെയ്തപ്പോൾ യുദ്ധ തടവുകാരെ പിടിച്ചെടുത്തിട്ടില്ല. യുദ്ധത്തിൽ നിന്ന് തടവുകാരെ പിടിച്ചെടുത്തിട്ടില്ല, യുദ്ധ മുതലും പിടിച്ചെടുത്തിട്ടില്ല, ഒനീമത്ത് മുതൽ പിടിച്ചെടുത്തിട്ടില്ല. അലി യുദ്ധം ചെയ്തത് അമുസ്ലിങ്ങൾക്കെതിരെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അലി യുദ്ധ തടവുകാരെ പിടിച്ചെടുക്കാതിരുന്നത്? അതല്ല, അലി മുസ്ലിങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്തതെങ്കിൽ എന്തിനാണ് അവർക്കെതിരെ അലി യുദ്ധം ചെയ്തത് എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു ശരി, എന്താണ് നിങ്ങളുടെ 3ാമത്തെ വിഷയം? 3ാമതായിട്ട് അവർ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിനൊടുവിൽ കരാറുണ്ടാക്കിയപ്പോൾ, ഒത്തുതീർപ്പ് കരാറുണ്ടാക്കിയപ്പോൾ അതിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതിയില്ല. കാരണം മുആവിയുടെ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ ആ സമയത്ത് അമീറായിട്ട് കണ്ടിട്ടില്ല, നേതാവായിട്ട് കണ്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ അലിക്ക് ബയ്യത്ത് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലിയെ ഖലീഫയായിട്ട് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ യുദ്ധ ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ അതിൽ അമീറുൽ മുഅ്മിനീൻ എന്നെഴുതാൻ അവർ സമ്മതിച്ചില്ല. പകരം അലി ഇബ്നു അബീ താലിബ് എന്നെഴുതിയിട്ടാണ് ഒപ്പുവെക്കുന്നത്. ഖവാരിജുകൾ ചോദിച്ചു അലി അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ അലി അമീറുൽ കാഫിരീൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് ചോദിച്ചു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ 3 ചോദ്യങ്ങളാണ്, ഈ 3 പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ്റെയും തിരു സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ 3 വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ നിങ്ങൾ അലിയുടെ സൈന്യത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞു നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നം മുഹാക്കമ, വിധി നിർണയം നടത്തിയത്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മാറ്റി നിർത്തി വിധി പ്രഖ്യാപനം നടത്തിയത്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ട ചെയ്യരുത്. അഥവാ ആരെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്താൽ അതിന് തുല്യമായ ഒരു കഫാറ, പ്രായശ്ചിത്തം നിങ്ങൾ ചെയ്യണം. പക്ഷെ അതിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇടയിലെ നീതിമാന്മാരായ 2 പേരാണ്. അവിടെ ആ അളവ് എത്രയാണെന്ന് പറഞ്ഞില്ല, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 പേരാണ് എന്ന് പറഞ്ഞു. ഇത് ഖുർആനിൽ തന്നെ ഉള്ളതാണ്. ഇതൊരു ബലിമൃഗത്തിൻ്റെ തൂക്കത്തെക്കുറിച്ചാണ്. അതിലും നിസ്സാരമാണോ മുസ്ലിങ്ങളുടെ ജീവൻ എന്ന് ചോദിച്ചു. അവരതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഇബ്നു അബ്ബാസ് അടുത്ത ആയത്തിലേക്ക് പോയി. സൂറത്തുൻ നിസാ, ദമ്പതിമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവൻ്റെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെ കൊണ്ടുവരണം, അവളുടെ ആൾക്കാരിൽ നിന്നും ഒരു മധ്യസ്ഥനെ കൊണ്ടുവരണം. ഇരുവരും ഒത്തുതീർപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. ഇൻ യുരീദു ഇസ്ലാഹൻ യുവഫിക്കില്ലാഹു ബൈനഹുമ. അനുരഞ്ജനമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് ചോദിച്ചു ദാമ്പത്യം സംരക്ഷിക്കുന്നതാണോ സമുദായത്തിൻ്റെ ഇടയിലെ സാഹോദര്യം സംരക്ഷിക്കുന്നതാണോ പ്രധാനം എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസിൻ്റെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് അവരിങ്ങനെ കണ്ണും തുറിച്ച് നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇബ്നു അബ്ബാസ് അങ്ങനെ അവരുടെ 2ാമത്തെ വിഷയത്തിലേക്ക് പോയി. യുദ്ധം മുതൽ പിടിച്ചെടുത്തില്ല, യുദ്ധ തടവുകാരെ എടുത്തില്ല എന്നുള്ള വിഷയം. ഇബ്നു അബ്ബാസ് ചോദിച്ചു ആയിഷ ഉമ്മയെ, പ്രവാചകൻ്റെ പത്നിയായ ആയിഷ ഉമ്മയെ തടവിലാക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു തടവുകാരനോട് അല്ലെങ്കിൽ ഒരു തടവുകാരിയോട് പെരുമാറുന്ന രീതിയിൽ ആയിഷ ഉമ്മയോട് പെരുമാറാൻ ആർക്കാണ് സാധിക്കുക? ആർക്കാണ് അതിനുള്ള ധൈര്യമുണ്ടാവുക? കാരണം ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ പത്നിമാർ അവരുടെ മാതാക്കളാണ്. ഫസ്വാജുഹു ഉമ്മഹാത്തുഹും. അവർക്കൊന്നും പറയാനില്ല, അവരിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്നു അബ്ബാസ് വീണ്ടും പറഞ്ഞു അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് വൈൻ താഇഫത്താനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമ. സത്യവിശ്വാസികളിലെ 2 വിഭാഗം പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കുക. പിന്നീട് അതിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരെ അതിക്രമം കാട്ടിയാൽ അതിക്രമം കാണിച്ചവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇവിടെ ഈ പരസ്പരം പോരടിക്കുന്ന ഈ 2 വിഭാഗങ്ങളെ പറ്റിയും വിശ്വാസികൾ എന്ന് തന്നെയാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീൻ, വിശ്വാസികൾ. പക്ഷെ അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖവാരിജുകൾ ചോദിക്കുന്നത് അവർ മുസ്ലിമാണെങ്കിൽ അലി എന്തിനാണ് അവർക്കെതിരെ യുദ്ധം ചെയ്തത് എന്നാണ്. അഥവാ 2 വിഭാഗം തമ്മിൽ യുദ്ധം സംഭവിക്കുമ്പോൾ
ഒരു വിഭാഗം മുഅ്മിനീങ്ങളും മറുവിഭാഗം കാഫിരീങ്ങളും ആയിരിക്കണം എന്നാണ്. അതാണ് ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് ഇബ്നു അബ്ബാസ് പൊളിച്ചടക്കുന്നത്. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ. പരസ്പരം പോരടിക്കുന്ന ഈ രണ്ട് വിഭാഗത്തെയും കുറിച്ച് അള്ളാഹു മുഅ്മിനീങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഖവാരിജികൾക്ക് വീണ്ടും ഉത്തരം ഇല്ല. ഇബ്നു അബ്ബാസ് അങ്ങനെ അവരുടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന് കരാറിൽ എഴുതാത്തതിനെ കുറിച്ച്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഹുദൈബിയ സന്ധി നടന്നപ്പോൾ പരിശുദ്ധ പ്രവാചകൻ സ്വയം ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം സന്ധിയിൽ ഒപ്പുവെച്ച സമയത്ത് ഖുറൈശികൾ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ മുഹമ്മദ് റസൂലുള്ള എന്നതിന് പകരം മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നാണ് പരിശുദ്ധ പ്രവാചകൻ എഴുതി വെച്ചത്. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നാണ്. റസൂൽ ആ സമയത്ത് ഖുറൈശികളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മുഹമ്മദുർ റസൂലുള്ള തന്നെയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, പരിശുദ്ധ പ്രവാചകൻ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. റസൂലിൻ്റെ ആ ഒരു മക്കാമിൽ നിന്നിട്ട് റസൂലിന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അലിയുടെ ഈ ഒരു മക്കാമിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ടാണ് ഖവാരിജികളുടെ വാദത്തിന് ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് മറുപടി കൊടുക്കുന്നത്. ഒരു നിലക്കും അവർക്കൊന്നും തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. പറയുന്നതെല്ലാം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഖവാരിജികളുടെ കൂട്ടത്തിൽ നിന്ന് മൂന്നിലൊരു ഭാഗം ആളുകൾ അലിയുടെ സൈന്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. മൂന്നിലൊരു ഭാഗം, ഏതാണ്ട് 2000-ഓളം ആളുകൾ. അങ്ങനെ 4000-ഓളം ആളുകൾ ഖവാരിജികളുടെ ഇടയിൽ പിന്നെയും ബാക്കിയായി. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ കൂട്ടർ പിന്നീട് അലി റളിയല്ലാഹു അൻഹുമായിട്ട് നേരിട്ടും ചില വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇവരുള്ളത് ഈ ഹറൂറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്. ഇത് കൂഫയുടെ വളരെ അടുത്ത് തന്നെയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉടമ്പടിയിൽ നിന്ന് നീ പിന്മാറണം, നീ ഖേദിച്ചു മടങ്ങണം, നീ പശ്ചാത്തപിച്ച് മടങ്ങണം, പിന്നീട് നീ വീണ്ടും ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വരണം. കാരണം അവരുടെ കണക്കിൽ അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് കാഫിറാണ്. നീ ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വരണം, പിന്നീട് മുആവിയയുമായിട്ട് നീ യുദ്ധത്തിൽ ഏർപ്പെടണം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് നിന്റെ സൈന്യത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹുക്കും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഖുർആൻ്റെ ഹുക്കും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ വിധിന്യായം മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയപ്പെടുന്ന ഒരിക്കൽ കൂഫയിലെ വലിയ പള്ളിയിൽ വെച്ചിട്ട് ഈ കൂട്ടർ ഇത്തരത്തിൽ അലി റളിയല്ലാഹു അൻഹുമായിട്ടൊരു വലിയ തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അങ്ങനെ ഈ തർക്കത്തിനൊടുവിൽ അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ അന്നത്തെ ഏറ്റവും വലിയ മുസ്ഹഫ് അവിടേക്ക് കൊണ്ടുവരാൻ പറയുകയും അത് മുന്നിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലെ തർക്കത്തിന് നീ വിധി പ്രഖ്യാപനം നടത്തണം, നീ വിധി പറയണം എന്ന് പറഞ്ഞു. ഖുർആൻ മുന്നിൽ വെച്ചിട്ട് ഇതിനൊരു പരിഹാരം, ഞങ്ങളുടെ ഇടയിൽ നീ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിളിച്ച് പറയാണ്. ഖുർആൻ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് നീ വിധി പറയണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ ആയപ്പോൾ അവർ ചോദിച്ചു, യാ അബുൽ ഹസൻ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ ഇടയിൽ ഖുർആൻ എങ്ങനെയാണ് വിധി നിർണയം നടത്തുന്നത്, എങ്ങനെയാണ് വിധി പറയുന്നത് എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് കേവലം ഏടുകളും എഴുത്തുകളുമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഖുർആൻ സ്വയം വിധി നടപ്പിലാക്കുകയല്ല ചെയ്യുന്നത്. ഖുർആൻ ആഴത്തിൽ അറിയുന്ന ആളുകൾ അതിൽ നിന്ന് ന്യായവിധികൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികൾ വേർതിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അവർ പറയുന്നത് ഖുർആന് തീർപ്പ് കൽപ്പിക്കട്ടെ എന്നാണ്. എന്തായാലും അന്നത്തെ ഈ കൂട്ടരും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാദം അംഗീകരിച്ചില്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നില്ല. അവരങ്ങനെ ഇറങ്ങിപ്പോയി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് നിങ്ങൾക്ക് 3 അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, പള്ളിയുടെ കാര്യത്തിൽ ഇത് നിങ്ങളുടെയും കൂടെ പള്ളിയാണ്, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വന്ന് നമസ്കരിക്കാം, നമസ്കാരത്തിൽ പങ്കെടുക്കാം, നിങ്ങളെ ആരും തടയില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേതനം അത് നിങ്ങൾക്ക് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ സമുദായത്തിൽ നിന്ന് വിഘടിച്ച് പോയ ആളുകളാണെങ്കിലും നിങ്ങൾ സമുദായത്തിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ വേതനം അത് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും, അതൊരിക്കലും തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് വരെ, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മേലെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. മുസ്ലിങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് അവർക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാം,
അവരുടെ ഹക്ക് അവർക്ക് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമതായിട്ട് ഒരു തരത്തിലും അവർക്ക് അലിയുടെ ഖിലാഫത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവുകയില്ല. ഇവരെ ഉപദ്രവിക്കുന്നത് വരെ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അലിയുടെ ഖിലാഫത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു നേതാവായിട്ട് പോലും അംഗീകരിക്കാത്ത ഈ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് നൽകിക്കൊണ്ട് തിരിച്ചുവിടുന്നത്. ആ കൂട്ടർ പക്ഷേ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല. അവർ ഹറൂറ എന്ന അവരുടെ സ്ഥലത്തേക്ക് തിരിച്ച് പോവുകയും അവിടെ വെച്ച് അവരുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും അയാളെ അവർ അമീറുൽ മുഅ്മിനീൻ എന്ന പദവി നൽകി ആദരിക്കുകയും ആ ഒരു തലക്കെട്ട് കൊടുത്ത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അവർ ഖലീഫയായിട്ട് ഒരാളെ നിയമിക്കുകയും ചെയ്യുകയാണ്. അയാളുടെ പേര് അബ്ദുള്ള ഇബ്നു വഹബ് റാസിബി എന്നാണ്, ഖവാരിജികളുടെ ആദ്യത്തെ ഇമാമ്. എന്തായാലും ഈ കൂട്ടർ പിന്നീട് മറ്റുള്ള അയൽ പ്രദേശങ്ങളിലേക്കൊക്കെ സന്ദേശങ്ങൾ കൈമാറുകയും അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ വന്ന് ചേരുകയും ചെയ്യുകയാണ്. റസൂൽ ഈ കൂട്ടരെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് അതാണ്. ഈ കൂട്ടർ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. ആ പറയുന്നത് ശരിയാണല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന രീതിയിൽ ഏറ്റവും സൗമ്യമായി ഏറ്റവും ഭംഗിയിൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും, മാസ്മരികമായി സംസാരിക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് റസൂൽ പറഞ്ഞത്, അവരുടെ സംസാരം ഏറ്റവും ആകർഷണീയമായിരിക്കും, അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നീചവുമായിരിക്കും. അങ്ങനെ കൂടുതൽ ആളുകൾ അവരുടെ കൂട്ടത്തിൽ വന്ന് കൂടാൻ തുടങ്ങി, ഇവർ ശക്തിപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് പതുക്കെ ഇവർ യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കാനും ആക്രമിക്കാനുമൊക്കെ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹു പല ആവർത്തി അവർക്ക് താക്കീത് നൽകുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം, ആ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം, ഇങ്ങനെ കൊള്ള നടത്തുന്നത് നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പല ആവർത്തി അവർക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും വലിയ കാര്യമാക്കിയില്ല എന്ന് മാത്രമല്ല, ദുഷ്ടതയുടെ അതിർവരമ്പുകൾ അവർ ലംഘിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സംഭവം അവരൊരു ദിവസം ഒരു ചെറിയ യാത്രാ സംഘത്തെ ഒരു വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. 4-5 ആളുകൾ മാത്രമുള്ള ഒരു സംഘം. അതിൽ പക്ഷെ ഉണ്ടായിരുന്നത് ഒരു സ്വഹാബി ആയിരുന്നു, പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വഹാബിയുടെ മകനും കൂടിയായിട്ടുള്ള ഒരു സ്വഹാബി ആയിരുന്നു, അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന് പറയുന്നത് പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്വഹാബിയാണ്. ആദ്യത്തെ 10 വിശ്വാസികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആദ്യകാലത്തൊരു അടിമയായിട്ടുണ്ടായിരുന്ന അങ്ങനെ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു സ്വഹാബിയുടെ മകനാണ് അബ്ദുള്ള ഇബ്നു ഖബ്ബാബ്. മറ്റൊരു സ്വഹാബി, ഇവർ ചെറിയൊരു യാത്രാ സംഘമാണ്. അതിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടിമ സ്ത്രീ ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയാണ്. കൂടാതെ 2-3 പേര് വേറെയുണ്ട്. ഇവർ പിടിക്കപ്പെട്ടു. ഇവരെ പിടിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറാത്ത് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ആദ്യം അലിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. അത്യധികം ബഹുമാനത്തോടു കൂടിയാണ് അലിയെക്കുറിച്ച്, അലി എന്ന അമീറുൽ മുഅ്മിനീനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പറഞ്ഞു, നിങ്ങൾ സ്വഹാബിയാണെങ്കിൽ പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് അത്യാവശ്യം പ്രസിദ്ധനാണ്, ഹദീസ് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് പറഞ്ഞു തുടങ്ങി, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫിത്തനകളുടെ, സംഘർഷങ്ങളുടെ, രക്തച്ചൊരിച്ചിലുകളുടെ ഒരു സമയം വരും. ആ സമയം ഇരിക്കുന്നവൻ നിൽക്കുന്നവനേക്കാൾ നല്ലവനായിരിക്കും, നിൽക്കുന്നവൻ നടക്കുന്നവനേക്കാൾ നല്ലവനായിരിക്കും. ആ സമയത്തിന് നീ സാക്ഷിയാകേണ്ടി വന്നാൽ കൊല ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടാലും കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നീ കൂടരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു ഹദീസാണ്. ഇത് കേട്ടതും ഖവാരിജികൾക്ക് ആ കൂടി ഭ്രാന്തായി. അവർ ചോദിച്ചു, ഇത് ഞങ്ങളെക്കുറിച്ചാണോ ഈ പറയുന്നത്? പിന്നീട് അങ്ങനെ തർക്കമായി, സംസാരമായി. അബ്ദുള്ള ഇബ്നു ഖബ്ബാബിനെ അടക്കം ആ സംഘത്തിലെ മുഴുവൻ ആളുകളെയും ഇവർ തടവിലാക്കി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവാണ്, കെട്ടിപ്പൂട്ടി അങ്ങനെ നടത്തിക്കൊണ്ടുപോവാണ്. ഗർഭിണിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഖവാരിജികളുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇവരെങ്ങനെ നടത്തിക്കൊണ്ട് പോവാണ്. ആ പോകുന്ന വഴിക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഈന്തപ്പന തോട്ടമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീണ് കിടക്കുന്ന ഒരു ഈന്തപ്പഴം ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെടുത്ത് കഴിച്ച്, അവിടെ താഴെ കിടന്നിരുന്ന ഒരു ഈത്തപ്പഴം ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെടുത്ത് കഴിച്ചു. ഇത് കണ്ടതും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇയാളുടെ കൈക്ക് തട്ടിയിട്ട് പറയാണ്, നീ റബ്ബിനെ ഭയക്കണം, നീ റബ്ബിനെ സൂക്ഷിക്കണം, കാരണം ഈ തോട്ടക്കാരൻ്റെ അനുവാദമില്ലാതെയാണ് നീ ഇത് കഴിക്കുന്നത്, നീ ഈന്തപ്പഴം കഴിച്ചത്, നീ അള്ളാഹുവിനെ ഭയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശകാരിക്കുകയാണ്. പ്രവാചകൻ്റെ ഒരു സ്വഹാബിയെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിലിടക്കുള്ള സംസാരമാണത്. പിന്നീട് മറ്റൊരു ക്രിസ്ത്യാനിയുടെ സ്ഥലത്തു കൂടെ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്
അവരുടെ തോട്ടത്തിൽ നിന്നുള്ള ഒരു പന്നി പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഓടി വന്നു. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് അതിനെ കത്തിയെടുത്ത് അറുത്ത് കൊല്ലുന്നുണ്ട്. ഇത് കണ്ടതും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ വന്നിട്ട് ഇയാളോട് പറയാണ്, നീ മറ്റൊരുവൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടിട്ടുള്ള ഒരു പന്നിയെ നീ അയാളുടെ അനുവാദമില്ലാതെ കൊന്നു, അതുകൊണ്ട് നീ അയാൾക്കതിൻ്റെ വില തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, നീ അത് പോയി കൊടുത്തിട്ട് വരണം എന്ന് പറയാണ്. അതുപോലെ ഒരു അമുസ്ലിമിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഇതുപോലൊരു ചർച്ച ഉണ്ടാവുന്നുണ്ട്, ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അത് ഹറാമാണോ, അത് ഹലാലാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തഖ്വയുള്ള ഇസ്ലാമിക നിയമങ്ങളിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്ന ഒരു കൂട്ടർ. അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് ചോദിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഈ ഈന്തപ്പഴവും പന്നിയുമൊക്കെ എന്ന് ചോദിക്കുകയാണ് അവരോട്. നിങ്ങൾക്ക് അത്രയും ഈമാനും തഖ്വയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെയും എൻ്റെ ഗർഭിണിയായ ഭാര്യയും ഒക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതോടുകൂടി അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയും അബ്ദുള്ള ഇബ്നു ഖബ്ബാബിനെ ആളുകളുടെ ഇടയിലേക്ക് വലിച്ച് ഇടുകയും ഒരു ബലിമൃഗത്തെ അറുക്കുന്ന പോലെ മുന്നിൽ നിന്ന് അവർ അറുത്ത് കൊല്ലുകയും ചെയ്തു എന്നാണ്. ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്, ഇവർ കൊല ചെയ്യുന്ന ഒരു രീതി അങ്ങനെയാണ്, മുന്നിൽ നിന്നാണ് അവർ അറുത്ത് കൊല്ലുന്നത്. ശരീഅത്തിൽ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ അത് പുറകിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതൊരു ബലിമൃഗത്തെ അറുക്കുന്ന പോലെ മുന്നിൽ നിന്നവർ കഴുത്തറുത്ത് കൊല്ലുകയാണ്. ഇത് കണ്ടു നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിലവിളിച്ചു. ആ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ അവർ വലിച്ചടച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ വയറ് പിളർത്തി അവർ ഒരു വാൾമുനയിൽ കുത്തി പുറത്തെടുക്കുകയും അതിനെ കൊന്നുകളയുകയും ചെയ്യുകയാണ്. ഗർഭിണിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ വയറ് വെട്ടിത്തുറന്ന് ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിനെ വാളിൽ കോർത്ത് പുറത്തെടുത്ത് അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. ഈ ഒരു വാർത്ത അങ്ങനെ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ആളുകൾ ഭയക്കാൻ തുടങ്ങി. ഖവാരിജുകളുടെ ഈ ഒരു മൃഗീയത എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. അവരുടെ ഒരു രീതി നോക്കിയാൽ ഒരു സൈഡിൽ ഒരു അമുസ്ലിമിൻ്റെ വെള്ളം അത് അനുവാദം കൂടാതെ കുടിക്കാമോ എന്നുള്ള കാര്യത്തിൽ തർക്കം, മറുഭാഗത്ത് പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു സ്വഹാബിയെയും നിരപരാധിയായുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിഷ്കരണം അവർ കൊല ചെയ്യുകയാണ്, മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. എന്തായാലും അലി റളിയല്ലാഹു അൻഹു ഈ ഒരു വാർത്ത അറിയുന്നതോട് കൂടിയിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ അടുത്തേക്കൊരു സന്ദേശം പറഞ്ഞയച്ചു. ആ സമയത്ത് അവരുണ്ടായിരുന്നത് നഹർവാൻ എന്ന സ്ഥലത്താണ്, ബാഗ്ദാദിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടേക്കൊരു സന്ദേശം പറഞ്ഞയച്ചു. പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുള്ള ഇബ്നു ഖബ്ബാബ് ഇബ്നുൽ അറാത്തിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരാരാണെങ്കിലും അവരെ ഞങ്ങൾക്ക് വിട്ടുതരിക, അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു അവരിലേക്കൊരു സന്ദേശം കൊടുത്തയക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അബ്ദുള്ള ഇബ്നു ഖബ്ബാബിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കിട്ടിയ സന്ദേശം അങ്ങനെയായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരുപോലെ അതിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ള നഹർവാൻ യുദ്ധം അരങ്ങേറുന്നത്. അലി റളിയല്ലാഹു അൻഹു ഈ ഖവാരിജുകൾക്കെതിരെ ഒരു സൈന്യത്തെ നയിക്കുകയും അലി റളിയല്ലാഹു അൻഹു സ്വയം അതിൻ്റെ ഭാഗം ആവുകയും ചെയ്യാണ്. ഇത് നടക്കുന്നത് ഹിജ്റ വർഷം 38 സഫർ മാസത്തിലാണ്, 658. ഈ നഹർവാൻ എന്നുള്ളത് ബാഗ്ദാദിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പോലും അലി റളിയല്ലാഹു അൻഹു ഏറ്റവും മാന്യമായ രീതിയിലാണ് ഇവരുമായിട്ട് പെരുമാറുന്നത്. കാരണം ഇതിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് പിന്മാറാനുള്ള ഒരുപാട് അവസരങ്ങൾ അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു തുറസായിട്ടുള്ള സ്ഥലത്ത് ഒരു കൊടി നാട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു അറിയിച്ചു, ആ കൊടിക്കീഴിൽ വന്ന് അഭയം പ്രാപിക്കുന്ന ആളുകൾ അവർ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞു. യുദ്ധക്കളത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്ന, പുറംതിരിഞ്ഞു പോകുന്ന ആളുകൾ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞു. ഈ കൂഫയിൽ നിന്നും ബസ്രയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, അവർക്ക് വേണമെങ്കിൽ വിട്ടൊഴിഞ്ഞു പോകാം, അവർ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകാം, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അങ്ങനെ പറയപ്പെടുന്ന ആ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഖവാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോയി എന്നാണ്. അവർ പരസ്പരം ചോദിച്ചു എന്നാണ്, നമ്മൾ എന്തിനാണ് അലിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ട്
ആയിരക്കണക്കിന് ആളുകൾ ആ സമയത്ത് ഖവാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി എന്നാണ്. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ഏതാണ്ട് 4000-ഓളം ആളുകൾക്കെതിരെ യുദ്ധം നടന്നു. അലിയുടെ സൈന്യം ഖവാരിജുകളെ തൂത്തുവാരി തുടച്ചു നീക്കി. അവരുടെ നേതാവായിട്ടുള്ള അബ്ദുള്ള ഇബ്നു വഹബ് റാസിബി അടക്കം എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. പറയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ നിന്നുള്ള 9-12 ആളുകൾ എങ്ങനെയോ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ്. ഇവരുടെ പേരുകളൊക്കെ ചില കിതാബുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഈ രക്ഷപ്പെട്ട് പോയ ആളുകളിൽ നിന്നാണ് പിന്നീടുള്ള ഖവാരിജി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഈ നഹർവാൻ യുദ്ധത്തിന് ശേഷം ആ കൂട്ടര് ആ ഒരു രീതിയിലേക്ക് വളർച്ച പ്രാപിക്കുകയോ ശക്തിപ്പെടുകയോ പിന്നീട് ചെയ്യുന്നില്ല. പക്ഷേ 661 അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഖവാരിജുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ആളുകൾ തന്നെ ആയിരുന്നു. നഹർവാനിൽ നേരിട്ട കനത്ത പരാജയത്തിന് പ്രതികാരമായിക്കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തിയത് എന്നാണ്. അവരങ്ങനെ അവരുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കൊല ചെയ്തും ഒളിപ്പോര് നടത്തിയും അങ്ങനെ നിലനിന്നു. ഉമവിയക്കാരുടെ കാലത്തും പിന്നീട് അബ്ബാസിയക്കാരുടെ കാലത്തും അതീവ രഹസ്യമായിട്ട് ഈ പ്രസ്ഥാനം തുടരുന്നുണ്ട്. പക്ഷെ അബ്ബാസിയക്കാരുടെ കാലത്തൊന്നും ഈ കൂട്ടരെ ഒരു നിലക്കും അവർ വളരാൻ സമ്മതിച്ചിട്ടില്ല. ഒരു തീരെ ചെറിയ വിഭാഗമായിട്ട് പോലും ഇവർക്കെതിരെ ഏതാണ്ട് 25ഓളം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇവരങ്ങനെ കാലക്രമേണ തീരെ ദുർബലപ്പെടുകയും വ്യത്യസ്തമായ പല ഗ്രൂപ്പുകളായി മാറിപ്പോവുകയും ചെയ്തു എന്നാണ്. ആദ്യ സമയത്ത് തന്നെ ഏതാണ്ട് 25ഓളം ഗ്രൂപ്പുകളായിട്ട് ഇവർ മാറിപ്പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ അസാരിക്ക. ഏറ്റവും തീവ്ര സ്വഭാവക്കാരായിട്ടുള്ള ഒരു കൂട്ടരായിരുന്നു. അവരുടെ ആശയങ്ങളോട് യോജിക്കുന്നില്ലേ അവരെ തക്ഫീർ കൽപ്പിക്കുകയും കാഫിറാക്കി കൊന്നുകളയുകയും ചെയ്യും. മറ്റൊരു വിഭാഗക്കാരാണ് നജ്ദാത്ത്. ഈ അസരിക്ക പോലെ അത്ര കുഴപ്പക്കാരല്ല, എന്നാലും മോശമൊന്നുമില്ല. പിന്നീട് സാഫ്രിയ. ഇവർ നോർത്ത് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ തീരെ ക്ഷയിച്ച് ഇല്ലാതെയായി. അതുപോലൊരു അജാരിത ഉണ്ടായിരുന്നു. ഈ അസാരിക്കയിൽ നിന്ന് വിഘടിച്ചതാണ്. അതുപോലെ സാലബ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അതിതീവ്ര സ്വഭാവക്കാരായിട്ടുള്ള ഇവരെ അതാത് കാലത്തുള്ള ഭരണാധികാരികൾ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടർ ആരും ഇന്ന് എവിടെയും അവരുടെ തനതായ രൂപത്തിൽ നിലനിൽക്കുന്നില്ല. ഈ ഖവാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് വിഘടിച്ച് പോയി ഇന്ന് നിലവിലുള്ള ഒരേ ഒരു വിഭാഗം അത് ഇബാദികളാണ്. ഈ ഖാരിജുകളുടെ കൂട്ടത്തിൽ നിന്ന് വിഘടിച്ച് കുറച്ചുകൂടെ സൗമ്യമായിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് ഇബാദികൾ. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ സുന്നികളും ഷിയാക്കളും കഴിഞ്ഞ ഇന്ന് നിലവിലുള്ള 3ാമത്തെ വിഭാഗം. ആകെ മുസ്ലിങ്ങളുടെ 1% കുറവ് മാത്രമാണ് ഈ കൂട്ടരുള്ളത്, ഇബാദികൾ. അതിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇന്നുള്ളത് ഒമാനിലാണ്. അൾജീരിയയുടെ ചില ഭാഗങ്ങളിലും ഇവർ ഉള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ